കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു PMMC ഇൻസ്ട്രുമെന്റ്സിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുന്നു. അന്നേരം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, draw the circuit arrangement to use a MC instrument which gives full scale deflection at the 100 millivolt potential difference and 10 milliampere current as ammeter 0 to 10 ampere to voltmeter 0 to 250 volt. Draw the circuit arrangement to use a MC instrument which gives full scale deflection at the 100 millivolt potential difference and 10 milliampere current. നേരെ ഒരു PMMC ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ആ PMMC ഇൻസ്ട്രുമെന്റിൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് 10 മില്ലി ആംപിയർ കറണ്ടിലും അതേപോലെ 100 മില്ലി വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിലുമാണ്. ഈ ഇൻസ്ട്രുമെന്റിനെ ഒരു അമ്മീറ്റർ ആക്കി മാറ്റണം. ആ അമ്മീറ്ററിനെ 0 to 10 ആംപിയർ മെഷർ ചെയ്യാനുള്ള കഴിവുണ്ടാവണം. അതിന് വേണ്ടിയിട്ട് PMMC ഇൻസ്ട്രുമെന്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0 to 10 ആംപിയർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. 0 to 10 ആംപിയർ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മീറ്റർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ MC ഇൻസ്ട്രുമെന്റിലൂടെ പരമാവധി പോകുന്ന കറണ്ട് 10 മില്ലി ആംപിയർ ആണ്. ഇതിൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കും 100 മില്ലി വോൾട്ട് വോൾട്ടേജ് വരുമ്പോൾ പരമാവധി പോകുന്ന കറണ്ട് 10 മില്ലി ആംപിയറും പരമാവധി അതിനെ താങ്ങാൻ കഴിയുന്ന വോൾട്ടേജ് 100 മില്ലി വോൾട്ടുമാണ്. ഇതിനെ ഒരു അമ്മീറ്റർ ആക്കി മാറ്റണം എന്നാണ് പറയുന്നത്. ആ അമ്മീറ്ററിനെ 0 to 10 ആംപിയർ മെഷർ ചെയ്യാൻ കഴിയണം. അന്നേരം ഒരു കാര്യം ഉറപ്പാണ്, ഈ ഇൻസ്ട്രുമെന്റിന്റെ ഉള്ളിൽ കൂടെ പരമാവധി 10 മില്ലി ആംപിയറെ കടന്നു പോകാൻ പാടുള്ളൂ. അന്നേരം ബാക്കി അതായത് 10 ആംപിയർ മൈനസ് 10 മില്ലി ആംപിയർ ആ കറണ്ട് ഒരു പാരലൽ റെസിസ്റ്റൻസിൽ കൂടെ കടത്തിവിടണം. മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 10 into 10⁻³ ആംപിയർ ആണ്. അതായത് 10⁻² ആംപിയർ, 0.01 ആംപിയർ. അതായത് 9.99 ആംപിയർ ഈ റെസിസ്റ്റൻസിൽ കൂടെ കടന്നു പോകണം. അതായത് ടോട്ടൽ 10 ആംപിയർ കറണ്ട് വരുന്ന സമയത്ത് 10 മില്ലി ആംപിയർ ഇൻസ്ട്രുമെന്റിൽ കൂടെയും ബാക്കി 9.99 ഒരു റെസിസ്റ്ററിൽ കൂടെയും പോകണം. അതായത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ കറണ്ട് ഒരു റെസിസ്റ്റൻസിൽ കൂടെ പോകണം. അതുകൊണ്ട് ഈ റെസിസ്റ്റൻസ് വാല്യൂ വളരെ കുറവായിരിക്കും. ഈ റെസിസ്റ്റൻസ് അതായത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഈ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഷണ്ട് റെസിസ്റ്റൻസ്. ഈ ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യനിൽ തന്ന ഒരു കാര്യം 10 മില്ലി ആംപിയർ കടന്നു പോകുന്ന സമയത്ത് ഈ PMMC ഇൻസ്ട്രുമെന്റിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് 100 മില്ലി വോൾട്ട് ആണ്. അതായത് ഈ ഇൻസ്ട്രുമെന്റിന് പാരലൽ ആയിട്ടാണ് നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്. അത് നമുക്കറിയാം, ഓംസ് ലോ. V = I × R. 10 മില്ലി ആംപിയർ ഇതിലൂടെ കടന്നു പോകുമ്പോൾ
ഈ പി എം സി ഇൻസ്ട്രുമെന്റിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് 100 മില്ലി വോൾട്ട് ആണ്. 100 മില്ലി വോൾട്ട്. ഇതിന് പാരലലായിട്ട് കണക്ട് ചെയ്ത് ഈ റെസിസ്റ്ററിലും 100 മില്ലി വോൾട്ട് തന്നെയായിരിക്കും 9.99 ആംപിയർ കടന്നു പോകുമ്പോൾ ഉള്ള വോൾട്ടേജ്. 9.99 into R. 100 into 10 raised to minus 3 volt divided by 9.99 is equal to R. നേരെ 9.99 പകരം നമുക്ക് അവിടെ 10 എഴുതാൻ കഴിയും. അപ്രോക്സിമേറ്റ്ലി 100 into 10 raised to minus 3 divided by 10. അതായത് ഒരു 0 ക്യാൻസൽ ചെയ്യാം. 10 into 10 raised to minus 3. 10 raised to minus 2. 10 raised to minus 2 ohm. അതായത് 0.01 ohm. അതായത് ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ 0.01 ആയിരിക്കും. നമ്മുടെ PMMC ഇൻസ്ട്രുമെന്റിന്റെ റെസിസ്റ്റൻസ് E by I ചെയ്താൽ മതി. 100 മില്ലി വോൾട്ട് ബൈ 10 മില്ലി ആംപിയർ, അതായത് 1 ഓം. സോറി 10 ഓം. 100 by 10 is equal to 10 ഓം. അതായത് ഈ 10 ഓമിൽ കൂടെ 10 മില്ലി ആംപിയർ കടന്നുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ 0.01 ഓമിൽ കൂടെ 9.99 ആംപിയർ കടന്നുപോയി എന്നാണ്. അതുകൊണ്ടാണ് ഈ ഒരു കോമ്പിനേഷൻ 10 ആംപിയർ മെഷർ ചെയ്യുന്നു എന്ന് പറയുന്നത്. നമ്മുടെ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് 10 മില്ലി ആംപിയർ മെഷർ ചെയ്താൽ അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ 10 ആംപിയർ ഈ ഒരു കോമ്പിനേഷനിലൂടെ കടന്നുപോയി എന്നാണ്. 10 ആംപിയർ കടന്നു, 10 ആംപിയർ വരുന്നു, പിന്നെ 10 മില്ലി ആംപിയർ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിൽ കൂടെ കടന്നു പോകുന്നു. ബാക്കി വരുന്ന കറന്റ് ഈ പാരലൽ റെസിസ്റ്റൻസിൽ കൂടെ കടന്നു പോകുന്നു. ഈ പാരലൽ റെസിസ്റ്റൻസിന്റെ പേരാണ് ഷണ്ട് റെസിസ്റ്റൻസ്. ഷണ്ട് റെസിസ്റ്റൻസ് എപ്പോഴും ഒരു ചെറിയ വാല്യൂ ആയിരിക്കും. റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ വളരെ ചെറുതായിരിക്കും. ഇതാണ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട്. ഇനി പറയുന്നുണ്ട് വോൾട്ട് മീറ്റർ 0 to 250 വോൾട്ട് റേഞ്ച് ഉള്ള ഒരു വോൾട്ട് മീറ്റർ ആക്കാൻ. വേറെ സർക്യൂട്ട് വരയ്ക്കണം. ഇൻസ്ട്രുമെന്റ് ഇതൊരു വോൾട്ട് മീറ്റർ ആണ്. ഈ വോൾട്ട് മീറ്റർ അതിന് പരമാവധി മെഷർ ചെയ്യാൻ കഴിയുന്ന വാല്യൂ 100 മില്ലി വോൾട്ട് ആണ്. 10 മില്ലി ആംപിയർ കടന്നു വരുമ്പോൾ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് പരമാവധി മെഷർ ചെയ്യുന്നത് 100 മില്ലി വോൾട്ട് ആണ്. ഇതിനെ 250 വോൾട്ട് വരെ മെഷർ ചെയ്യുന്ന ഒരു സെറ്റപ്പ് ആക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഈ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് വെക്കണം. ഈ റെസിസ്റ്റൻസിനാണ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. 10 മില്ലി ആംപിയർ കടന്നു വരുമ്പോൾ അന്നേരം ഈ ഒരു കോമ്പിനേഷൻ 250 വോൾട്ട് മെഷർ ചെയ്യാൻ കഴിയണം. മില്ലി ആംപിയർ കടന്നു വരുമ്പോൾ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിന് 100 മില്ലി വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ബാക്കി 250 മൈനസ് 100 into 10 raised to minus 3
വോൾട്ടേജ്, അതായത് 250 മൈനസ് 100 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞാൽ 10⁻⁻, അതായത് 0.1, അതായത് 249.9 വോൾട്ടേജ് ഈ റെസിസ്റ്റൻസിൽ ഡ്രോപ്പ് ആവണം 10 മില്ലി ആംപിയർ കടന്നു വരുമ്പോൾ. അതാണ് ഇതിന്റെ അർത്ഥം. കാര്യം മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റും ഈ റെസിസ്റ്റൻസും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അമ്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. വോൾട്ട് മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സീരീസ് ആയിട്ടാണ് റെസിസ്റ്റർ കണക്ട് ചെയ്യുക. അതായത് 10 മില്ലി ആംപിയർ ഇൻറ്റു ഈ റെസിസ്റ്റൻസ്, അതിന്റെ വാല്യൂ RSC എന്ന് എടുക്കുകയാണെങ്കിൽ RSC is equal to 249.9. അപ്രോക്സിമേറ്റ്ലി 249.9 എന്ന് പറഞ്ഞാൽ 250 വോൾട്ട് തന്നെയാണ്. RSC is equal to 250/10. 10 മില്ലി ആംപിയർ, 50 വോൾട്ട് ബൈ 10 മില്ലി ആംപിയർ. ഇത് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് 249.9 ഡിവൈഡഡ് ബൈ 10 മില്ലി ആംപിയർ എന്നുള്ളതാണ് കുറച്ചുകൂടി കറക്റ്റ്. ഡിവൈഡഡ് ബൈ 10. 249.9 അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു 250 എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ കാൽക്കുലേഷൻ കുറച്ചുകൂടി സിമ്പിൾ ആവും. $24.99 കിലോ ഓം ആണ് ഇതിന്റെ റിസൾട്ട് വരിക. നമ്മൾ പാരലലായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്ററിന്റെ വാല്യൂ 24.99 കിലോ ഓം ആണ്. അത് 10 മില്ലി ആംപിയർ കടന്നു വരുന്ന സമയത്ത് ഈ ഒരു കോമ്പിനേഷൻ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്നാൽ 250 വോൾട്ട് ആയിരിക്കും. അതാണ് ഇതിന്റെ അർത്ഥം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. എല്ലാ വർഷങ്ങളിലും തന്നെ ഈ ഒരു തരം ചോദ്യം ചോദിക്കാറുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഷോ ദ സർക്യൂട്ട് അറേഞ്ച്മെന്റ് ടു യൂസ് എ PMMC ഇൻസ്ട്രുമെന്റ് വിച്ച് ഗീവ്സ് SST at 10 മില്ലി ആംപിയർ കറന്റ് ആൻഡ് 50 മില്ലി വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫോർ മെഷറിംഗ് ആസ് അമ്മീറ്റർ 0 to 5 ആംപിയർ, വോൾട്ട്മീറ്റർ 0 to 100 വോൾട്ട്. 8 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. അതായത് ഇവിടെ വാല്യൂസ് മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇനി പാർട്ട് ബിയിലും ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. സെറ്റപ്പ് ആൻഡ് അറേഞ്ച്മെന്റ് ഫോർ എക്സ്റ്റെൻഡിങ് ദ റേഞ്ച് ഓഫ് എ മൂവിംഗ് കോയിൽ അമ്മീറ്റർ. ഇവിടെ അമ്മീറ്ററിന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അന്നേരം അമ്മീറ്ററും അതിന് പാരലലായിട്ട് വരുന്ന ഷണ്ട് റെസിസ്റ്റൻസ്, ഈ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. അതേപോലെ ഈ സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ട് ഈ ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണക്ട് ചെയ്യുക, വാല്യൂ കണ്ടുപിടിക്കുക. ഏറ്റവും ആദ്യം പാർട്ട് ബിയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. സെറ്റപ്പ് ആൻഡ് അറേഞ്ച്മെന്റ് ഫോർ എക്സ്റ്റെൻഡിങ് റേഞ്ച് ഓഫ് എ മൂവിംഗ് കോയിൽ അമ്മീറ്റർ. ഇൻസ്ട്രുമെന്റ് ആണ് ഈ അമ്മീറ്റർ. ഈ മൂവിംഗ് കോയിൽ അമ്മീറ്ററിൽ കൂടെ പരമാവധി കടന്നു പോകുന്ന കറന്റ് IM ആണ് എഴുതുക. IM അതായത് I മാക്സിമം ഉള്ളത്, മാക്സിമം കറന്റ് ത്രൂ ദ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്. നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന
റെസിസ്റ്റൻസ്, ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ RSH. നമുക്ക് മെഷർ ചെയ്യേണ്ട മാക്സിമം കറണ്ട് I ആണെന്ന് കരുതുക, ക്യാപിറ്റൽ I. അന്നേരം മാക്സിമം കറണ്ട് ത്രൂ ദി മൂവിംഗ് കോയിൽ അമ്മീറ്റർ IM ആണ്. നമുക്ക് മെഷർ ചെയ്യേണ്ട ടോട്ടൽ കറണ്ട് I ആണ്. അങ്ങനെയാണെങ്കിൽ ഷണ്ട് റെസിസ്റ്റൻസിൽ കൂടെ കടന്നു പോകേണ്ട കറണ്ട് I മൈനസ് IM ആയിരിക്കും. I മൈനസ് IM. അന്നേരം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ RSHന്റെ വാല്യൂ ആണ്. ഷണ്ട് റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അന്നേരം ഇവിടെ ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ മൂവിംഗ് കോയിൽ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഒരു ഡാറ്റ തന്നിട്ടുണ്ടാവും. അപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തില് draw the circuit arrangements to use a NC instrument which gives full scale deflection at 100 millivolt potential difference and 10 milliampere current. അതായത് ഈ ഒരു ഡാറ്റയെ നമുക്ക് മനസ്സിലാവും 100 millivolt potential difference and 10 milliampere current. ഈ ഒരു ഡാറ്റയെ നമുക്ക് മനസ്സിലാവും മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിന്റെ റെസിസ്റ്റൻസ് 100/10, അതായത് 10 ഓം ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി അല്ലാത്ത ഒരു കേസിൽ വേറെ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഈ മൂവിംഗ് കോയിൽ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് ചിലപ്പോൾ നമുക്ക് നേരിട്ട് തരാം. അത് എങ്ങനെയാണെങ്കിലും ഇവിടെ നമ്മൾ RM ആണെന്ന് കരുതുക. RM ഉള്ളതാണ് ഈ മീറ്ററിന്റെ റെസിസ്റ്റൻസ്, ഇൻസ്ട്രുമെന്റിന്റെ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിന്റെ റെസിസ്റ്റൻസ് RM ആണെന്ന് കരുതുക. അന്നേരം നമുക്ക് ബൈ ഓംസ് ലോ എഴുതാൻ പറ്റും IM into RM is equal to I minus IM into RSH. IM into RM is equal to I minus IM into RSH. നമുക്ക് RSH ആണ് കണ്ടുപിടിക്കേണ്ടത്. RSH is equal to IM RM divided by I minus IM. പിന്നെ അന്നേരം ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് IM കൊണ്ട് ഡിവൈഡ് ചെയ്യാം. RSH is equal to RM divided by I by IM minus 1. അതായത് IM RM ഡിവൈഡഡ് ബൈ IM, ന്യൂമറേറ്ററിനെ IM കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതേപോലെ ഡിനോമിനേറ്ററും I മൈനസ് IM ഡിവൈഡഡ് ബൈ IM ചെയ്യുന്ന സമയത്ത് IM ക്യാൻസൽ ആയി, RM ഡിവൈഡഡ് ബൈ I by IM മൈനസ് IM ഡിവൈഡഡ് ബൈ IM, അതായത് മൈനസ് 1. RM divided by I by IM minus 1. ഈ I by IM അതിനെ M കൊണ്ട് ഡിനോട്ട് ചെയ്യാം. I by IM അതായത് ടോട്ടല് മെഷർ ചെയ്യുന്ന കറണ്ടും ഇൻസ്ട്രുമെന്റിൽ കൂടെ പോകാവുന്ന മാക്സിമം കറണ്ടും അത് തമ്മിലുള്ള റേഷ്യോ ആണ് M. ടോട്ടല് മെഷർ ചെയ്യേണ്ട കറണ്ടും ഇൻസ്ട്രുമെന്റിൽ കൂടെ പരമാവധി പോകാവുന്ന കറണ്ടും ആ റേഷ്യോ ആണ് M. I divided by IM. RM divided by M minus 1.
ഈ എമ്മിനെയാണ് മൾട്ടിപ്ലൈങ് പവർ ഓഫ് ദി ഷണ്ട് എന്ന് പറയുന്നത്. മൾട്ടിപ്ലൈങ് പവർ Rm divided by m minus 1. നേരെ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ. Set up an arrangement for extending the range of a moving coil ammeter. പാർട്ട് ബിയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. ഡയഗ്രാം വരയ്ക്കുന്നു, പിന്നെ എക്സ്പ്ലനേഷൻ എഴുതണം. അതായത് മാക്സിമം കറന്റ് that can be passed through the moving coil ammeter is Im, and the current to be measured, and the total current to be measured is I. അതുകൊണ്ട് I മൈനസ് IM എന്നുള്ള കറന്റ് ഷണ്ട് റെസിസ്റ്റൻസിൽ കൂടെ പാസ് ചെയ്യണം. ഇനി എന്താണ് പാരലൽ റെസിസ്റ്റൻസിന്റെ പ്രത്യേകത? IM into Rm is equal to I minus IM into RSS. അതായത് ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ അക്രോസുള്ള വോൾട്ടേജ് തുല്യമായിട്ടാണ് ഇക്വേഷൻ അർത്ഥം. വോൾട്ടേജ് അക്രോസ് moving coil instrument is equal to Im into resistance of the instrument, Im into Rm equal to shunt resistance across the voltage I minus Im into RSS. ഇതിലെ ഈ RSS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. RSS നേരെ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കണ്ടുപിടിച്ചു. നേരെ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മാത്രം set up an arrangement for extending the range of a moving coil ammeter. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു സമയത്ത് മാത്രമേ നമുക്ക് സെറ്റ് ഇക്വേഷന്റെ ആവശ്യമുള്ളൂ. അല്ലാത്ത സമയത്ത് ഇവിടെ IM ഉം RM ഉം ഒക്കെ നിങ്ങൾക്കൊരു വാല്യൂസ് ആയിട്ടായിരിക്കും കിട്ടുക. ഇപ്പോൾ 50 മില്ലി ആംപിയർ IM അല്ലെങ്കിൽ 10 മില്ലി ആംപിയർ IM, ടോട്ടൽ കറന്റ് 10 ആംപിയർ, RM 2 ഓം, അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ആ വാല്യൂസ് മാത്രം കിട്ടിയാൽ മതി. അന്നേരം നമുക്ക് ഇതേപോലെ ഒരു ഇക്വേഷൻ ഒന്നും ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും. പക്ഷെ ഓരോന്നും എന്താണെന്ന് നിങ്ങൾ ഒരു മാത്തമാറ്റിക്സ് പ്രോബ്ലം എങ്ങനെ കിട്ടുന്നോ അതേപോലെ നിങ്ങൾ സോൾവ് സ്റ്റെപ്പുകൾ എഴുതിയിട്ട് വേണം അത് ചെയ്യാൻ. ഓരോന്നും എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം എഴുതാൻ. വേറെ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, പാർട്ട് ബിയിലെ സെക്കൻഡ് പാർട്ട്. പാർട്ട് സിയിലും ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അതായത് ഷോ ദ സർക്യൂട്ട് അറേഞ്ച്മെന്റ് ടു യൂസ് PMMC ഇൻസ്ട്രുമെന്റ് വിത്ത് ഗീവ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ അറ്റ് 10 മില്ലി ആംപിയർ കറന്റ് ആൻഡ് 50 മില്ലി വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫോർ മെഷറിംഗ് ആൻഡ് അമ്മീറ്റർ 0 to 5 ആംപിയർ. മീറ്ററിന് പാരലൽ ആയിട്ടൊരു ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ആയിട്ട് 10 മില്ലി ആംപിയർ കറന്റ് ആൻഡ് 50 മില്ലി വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. മില്ലി ആംപിയർ ആണ് ഈ ഇൻസ്ട്രുമെന്റിൽ കൂടെ കടത്തി വിടാൻ കഴിയുന്ന മാക്സിമം കറണ്ട്. കാരണം ഇതിൽ കൂടുതൽ പോയാലും ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ, SSD എന്ന് പറഞ്ഞാൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ആണ്. മില്ലി ആംപിയർ കൂടുതൽ കടത്തി വിട്ടാൽ ഇൻസ്ട്രുമെന്റിന്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കടന്നു പോകും. അത് ഇൻസ്ട്രുമെന്റിന് നല്ലതല്ല. 10 മില്ലി ആംപിയർ കടന്നു പോകുമ്പോൾ
ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 50 മില്ലി വോൾട്ട് ആണെന്ന് പറയുന്നത്. 50 മില്ലി വോൾട്ട്. അന്നേരം നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് ദി മീറ്റർ ആണ്. 50 മില്ലി വോൾട്ട് ആണ് 10 മില്ലി ആംപിയർ കടന്നു പോകുമ്പോഴുള്ള വോൾട്ടേജ്. 50 മില്ലി വോൾട്ട് ഡിവൈഡഡ് ബൈ 10 മില്ലി ആംപിയർ equal to 5 ohm. മില്ലി ക്യാൻസൽ ആയി പോകും. 50 divided by 10 equal to 5 ohm. നമുക്ക് മെഷർ ചെയ്യേണ്ട കറണ്ട് 5 ആംപിയർ ആണ്. അതിന് 10 മില്ലി ആംപിയർ ഇൻസ്ട്രുമെന്റിൽ കൂടെ പോവാം. ബാക്കി 5 മൈനസ് 10 മില്ലി ആംപിയർ. അതായത് 5 മൈനസ് 10 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10⁻³ എന്നാണ്. അതായത് 10⁻² ആംപിയർ. 0.01 ആംപിയർ. 4.99 ആംപിയർ. അതായത് ഈ ഷണ്ടിൽ കൂടെ പോകാവുന്ന കറണ്ട് 4.99 ആംപിയർ ആണ്. 10 മില്ലി ആംപിയർ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് 4.99 ആംപിയർ ഷണ്ട് റെസിസ്റ്റൻസിൽ കൂടെ പോകും. കാരണം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. 50 മില്ലി വോൾട്ട് ആണ് 10 മില്ലി ആംപിയർ ഈ അമ്മീറ്ററിൽ കൂടെ കടന്നു പോകുമ്പോൾ ഉള്ള വോൾട്ടേജ്. അന്നേരം അതേ വോൾട്ടേജ് തന്നെ ആയിരിക്കണം ഈ ഷണ്ട് റെസിസ്റ്റൻസിന്റെ അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ്. 50 മില്ലി വോൾട്ട് എന്ന് പറയുമ്പോൾ 10⁻³ 50 ഇൻറ്റു 10⁻³ equal to 4.99 ഇൻറ്റു R. ഇവിടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്രോക്സിമേഷൻ കൊടുക്കാം. 4.99 equal to approximately 5 into R. 50 into 10⁻³ millivolt is equal to 5 into RSH. അതായത് 5ഉം ഈ 5ഉം ക്യാൻസൽ ആക്കാം. 10 into 10⁻³. 10 into 10⁻³ എന്ന് പറഞ്ഞാൽ 10⁻² ആണ്. അതായത് 0.01 ohm ആണ്. നമുക്കിവിടെ ഷണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഷണ്ട് റെസിസ്റ്റൻസ് equal to 0.01. ഈ കാൽക്കുലേഷൻ കാണിച്ചിട്ട് ഡയഗ്രാമിലും RSH equal to 0.01 ohm എന്ന് രേഖപ്പെടുത്തുക. ഈ ക്വസ്റ്റ്യൻ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ RSH equal to RM divided by n-1. RM ഇവിടെ എത്രയാണ്? 50 മില്ലി വോൾട്ട് ഡിവൈഡഡ് ബൈ 10 മില്ലി ആംപിയർ. അതായത് 5 ohm ആണ്. 5 ohm. ഇനി മൾട്ടിപ്ലൈയിങ് പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ മെഷർ ചെയ്യേണ്ട കറണ്ട് 5 ആംപിയർ ആണ്. ഇൻസ്ട്രുമെന്റിൽ കൂടെ കടത്തി വിടാൻ കഴിയുന്ന മാക്സിമം കറണ്ട് 10 മില്ലി ആംപിയർ ആണ്. അതായത് 10⁻² ആംപിയർ. അതായത് 500 ആണ്. 5 ohm divided by 500 minus 1. അതായത് 5 ohm divided by 499. 5 ohm divided by 499 വരാം 5 ohm divided by 500. അല്ലെങ്കിൽ 1/100. 499 approximately 500 നിർത്തൂ. equal to 0.01. ഇങ്ങനെ ആൻസർ കിട്ടാം. പക്ഷെ ആദ്യം ഉപയോഗിച്ച മെത്തേഡാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് എക്സാമിനർക്ക് മനസ്സിലാവും.
സെക്കൻഡ് പാർട്ട് വോൾട്ട് മീറ്റർ 0 to 100 വോൾട്ട്. വോൾട്ട് മീറ്റർ 0 to 100 വോൾട്ട് ആക്കാനും പറയുന്നുണ്ട്. ഒരു വോൾട്ട് മീറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്ട്രുമെന്റിന് സീരീസ് ആയിട്ട് വേണം റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാൻ. RSC ഇതിനാണ് മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ MC ഇൻസ്ട്രുമെന്റിന്റെ അക്രോസ് വരുന്ന പരമാവധി വോൾട്ടേജ് 50 മില്ലി വോൾട്ട് ആണ്. 50 മില്ലി വോൾട്ട്. പക്ഷെ നമുക്ക് ആകെ മെഷർ ചെയ്യേണ്ടത്, ഈ ഒരു കോമ്പിനേഷൻ ആകെ മെഷർ ചെയ്യേണ്ടത് എത്രയാണ്? 100 വോൾട്ട് ആണ്. $10 milliampere കടന്നു വരുന്ന സമയത്ത് ഈ ഒരു കോമ്പിനേഷൻ ആകെ മെഷർ ചെയ്യേണ്ടത് 100 വോൾട്ട് ആണ്. 50 മില്ലി വോൾട്ട് ഈ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിന്റെ അക്രോസ് ഡ്രോപ്പ് ആയിക്കോളും. ബാക്കി 100 മൈനസ് 50 മില്ലി വോൾട്ട് ഈ RSC ഈ മൾട്ടിപ്ലയർ റെസിസ്റ്റൻസിന്റെ അക്രോസ് ഡെവലപ്പ് ആവണം. അതിന് വേണ്ടിയിട്ട് 100 മൈനസ് 50 into 10⁻³ is equal to I into R into RSC. 50 മില്ലി വോൾട്ട് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിന്റെ അക്രോസ് ഡെവലപ്പ് ആയിക്കോളും 10 മില്ലി ആംപിയർ കടന്നു വരുമ്പോൾ. അതായത് I എന്ന് പറഞ്ഞാൽ 10 മില്ലി ആംപിയർ ആണ്. 10 into 10⁻³ 100 മൈനസ് 50 മില്ലി വോൾട്ട് എന്ന് പറഞ്ഞാൽ 100 മൈനസ് 5 into 10⁻², അതായത് 0.05. 100 മൈനസ് 0.05 equal to 10 into 10⁻³ RSC. 100 മൈനസ് 0.05 എന്ന് പറഞ്ഞാൽ ശരിക്കും 99.95 എന്നാണ്. 99.95 അപ്രോക്സിമേറ്റ്ലി 100 എന്ന് എടുക്കാം. 100 equal to 10 into 10⁻³ into RSC. 0 ക്യാൻസൽ ചെയ്യാം. 10 divided by 10⁻³. അതായത് 10 divided by 10⁻³ എന്ന് പറഞ്ഞാൽ equal to 10 കിലോ. divided by 10⁻³ എന്ന് പറഞ്ഞാൽ 10 കിലോ ഓം. ഇതാണ് സീരീസ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ്, ഈ റെസിസ്റ്റൻസ് ആണ് മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, illustrate the range extension of a voltmeter with the help of a neat sketch. ഒരു വോൾട്ട്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡയഗ്രാം വരയ്ക്കുക, അതേപോലെ അത് എക്സ്പ്ലെയിൻ ചെയ്യുക.
ഇതാണ് ചോദ്യം. സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോഴാണ് വോൾട്ട് മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതിങ്ങനെ എഴുതുക, ലെറ്റ് ആർ എം ഇത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി വോൾട്ട് മീറ്റർ. Internal resistance of the voltmeter. RSC is the value of multiplier resistance. നമുക്ക് മെഷർ ചെയ്യേണ്ട ടോട്ടൽ വോൾട്ടേജ് വി ആണെന്ന് എഴുതുക. ക്യാപിറ്റൽ വി. അതുപോലെ നമ്മുടെ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിന് മെഷർ ചെയ്യാൻ കഴിയുന്ന മാക്സിമം വാല്യൂ വി സ്മോൾ വി ആണെന്ന് എഴുതുക. സ്മോൾ വി എം ആണെന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ വി മൈനസ് വി എം ആണ് ആർ എസ് സി മെഷർ ചെയ്യേണ്ടത്. വി മൈനസ് വി എം. വി മൈനസ് വി എം ആർ എസ് സി മെഷർ ചെയ്യേണ്ടതാണ്. വി എം എന്ന് പറയുന്നത് ആർ എം മെഷർ ചെയ്യും. അതായത് ഒരേ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഒരേ കറണ്ട് മാക്സിമം കറണ്ട് ഈ മീറ്ററിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് മീറ്ററിന്റെ അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് വി എം സ്മോൾ വി എം ആണ്. വി എം. അതുപോലെ വി മൈനസ് വി എം ആണ് സെയിം കറണ്ട് ഈ സീരീസ് റെസിസ്റ്റൻസിന്റെ അക്രോസ് കടന്നു പോകുമ്പോഴുള്ള വോൾട്ടേജ്. അത് നമുക്ക് എഴുതാൻ പറ്റും, ഒരേ കറണ്ടാണ് ഈ രണ്ട് റെസിസ്റ്റൻസിൽ കൂടെ കടന്നു പോകുന്നത്. നമ്മൾ ഓംസ് ലോ ഉപയോഗിക്കുകയാണ്. വി മൈനസ് വി എം ബൈ ആർ എസ് സി. വി മൈനസ് വി എം ബൈ ആർ എസ് സി എന്ന് പറഞ്ഞാൽ കറണ്ടാണ് ഐ. അതേ കറണ്ട് തന്നെയാണ് മീറ്ററിൽ കൂടെ പോകുന്നത്. വി എം ബൈ ആർ എം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർ എസ് സി ആണ്. അതിന് വേണ്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ആർ എം ഇൻറ്റു വി മൈനസ് വി എം ബൈ വി എം ആണ് വരിക. ആർ എം ഇൻറ്റു വി ബൈ വി എം മൈനസ് 1. ആർ എം ഇൻറ്റു എം മൈനസ് 1. ഇവിടെ മൾട്ടിപ്ലൈങ് ഫാക്ടർ. മൾട്ടിപ്ലൈങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് ക്യാപിറ്റൽ വി ആണ്. അത് ഡിവൈഡഡ് ബൈ വി എം. അതായത് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിന് മെഷർ ചെയ്യാൻ കഴിയുന്ന മാക്സിമം വാല്യൂ വി ബൈ വി എം. അതാണ് ഇവിടെ മൾട്ടിപ്ലൈങ് ഫാക്ടർ. അത് ഈ കാര്യങ്ങളൊക്കെ എഴുതണം. അങ്ങനെ ഒരു ചോദ്യം വരികയാണെന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ എഴുതണം. മൾട്ടിപ്ലൈങ് പവർ എന്ന് വെച്ചാൽ എന്താണ്, ഈ മൾട്ടിപ്ലൈങ് ഫാക്ടറിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നു, അതായത് ഈ ഒരു ചെറിയ ഡെറിവേഷൻ. അതായത് ഇവിടെ എന്താണ് നമ്മൾ ഉപയോഗിച്ചത്, സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ രണ്ടിൽ കൂടെയും പോകുന്ന കറണ്ട് തുല്യമാണെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വി മൈനസ് വി എം ബൈ ആർ എസ് സി ഈസ് ഈക്വൽ ടു വി എം ബൈ ആർ എം. ഇനി നേരത്തെ ഷണ്ട് റെസിസ്റ്റൻസിന്റെ കേസിൽ, അതായത് അമ്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് അത് കണക്ട് ചെയ്ത. ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഷണ്ട് റെസിസ്റ്റൻസിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജും ഇതിന് അക്രോസ്
മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജും തുല്യമായിരുന്നു. അതുപോലെ ഇവിടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതായത് രണ്ടിൽ കൂടെയും പോകുന്ന കറണ്ട് തുല്യമാണ്. അതായത് ഇതാണ് അതിൽ ഉപയോഗിക്കുന്ന ചെറിയ കൺസെപ്റ്റ്. അങ്ങനെയാണ് മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്നെങ്ങനെയാണ് കണ്ടുപിടിക്കാം? RSC ഡിവൈഡഡ് ബൈ R -1 ആണ്. RSC RM into M - 1. അതായത് RSC ഡിവൈഡഡ് ബൈ RM M - 1. അങ്ങനെയാണെങ്കിൽ M കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, മൾട്ടിപ്ലൈയിങ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് RSC ഡിവൈഡഡ് ബൈ RM പ്ലസ് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയുള്ളൊരു കാര്യം മൾട്ടി റേഞ്ച് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അത് ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ വരുന്ന കാര്യങ്ങളാണത്. മൾട്ടി റേഞ്ച് ഇൻസ്ട്രുമെന്റ്, അതായത് മൾട്ടി റേഞ്ച് അമ്മീറ്റർ. അമ്മീറ്റർ നമ്മളെപ്പോഴും സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. കോയിൽ അമ്മീറ്റർ നമ്മളെപ്പോഴും സീരീസ് ആയിട്ടാണ് ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുക. മൂവിങ് കോയിൽ അമ്മീറ്റർ. നേരെ ഈ മൂവിങ് കോയിൽ അമ്മീറ്ററിന് പല റേഞ്ച് ഉണ്ടാവണം. അതായത് ഉദാഹരണത്തിന് ഈ മൂവിങ് കോയിൽ അമ്മീറ്ററിന് 0 to 10 mA മെഷർ ചെയ്യാനാണ് കഴിയാന്ന് കരുതുക. ഈ അമ്മീറ്ററിനെ നമുക്ക് ഏറ്റവും ആദ്യം 0 to 5 ആംപിയർ ആക്കി മാറ്റണം. രണ്ടാമത്തേൽ 0 to 20 ആംപിയർ ആക്കി മാറ്റണം. മൂന്നാമത്തേൽ 0 to 40 ആംപിയർ ആക്കി മാറ്റണം. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ടെന്ന് എഴുതാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പല റെസിസ്റ്റൻസ് ഇതിൽ ഷണ്ടായിട്ട് കണക്ട് ചെയ്യാം. ഓരോ കണ്ടീഷന് വേണ്ടിയിട്ടുള്ള റെസിസ്റ്റൻസുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. അതേപോലെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് RSH1, RSH2, RSH3. എന്നിട്ട് നമ്മുടെ അടുത്തൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് വെച്ച് ഓരോന്നിലേക്കും സ്വിച്ച് ചെയ്യാം. അതായത് RSH1 0 to 5 ആംപിയർ ആക്കുന്ന സമയത്ത് ഇതിലേക്ക് കണക്ട് ചെയ്യാം. 0 to 20 ആംപിയർ വരുന്ന സമയത്ത് ഈ ഒരു ഷണ്ടിലേക്ക് കണക്ട് ചെയ്യാം. 0 to 40 ആംപിയർ വരുന്ന സമയത്ത് RSH3 ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇതാണ് മൾട്ടി റേഞ്ച് അമ്മീറ്റർ. ഇവിടെ ഈ മൾട്ടി റേഞ്ച് ഇൻസ്ട്രുമെന്റ്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഇക്വേഷൻ യൂസ് ചെയ്യാം. RM ഡിവൈഡ് ബൈ M - 1 ആണ് RSHന്റെ വാല്യൂ. ഇത് വെച്ചിട്ട് ഓരോ റെസിസ്റ്റൻസും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓരോ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എന്നിട്ട് ആവശ്യാനുസരണം അത് സ്വിച്ച് ചെയ്യാന്നുള്ള കാര്യം എഴുതാം. ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ഇതാണ് മൾട്ടി റേഞ്ച് അമ്മീറ്റർ. ഇതേപോലെ മൾട്ടി റേഞ്ച് വോൾട്ട് മീറ്ററും ഉണ്ടാവും. മൾട്ടി റേഞ്ച് വോൾട്ട് മീറ്റർ വരുന്ന സമയത്ത് നമ്മൾ സീരീസ് ആയിട്ടാണ് മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. RSC RM into M - 1.
സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ട റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. റെസിസ്റ്റീവ്, റെസിസ്റ്റീവ്, അങ്ങനെ എത്ര റേഞ്ച് വേണോ ഓരോന്നും നമുക്കിങ്ങനെ ഓരോ വോൾട്ടേജ് റേഞ്ചിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചതിന് ശേഷം ഓരോ സീരീസ് റെസിസ്റ്റൻസിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാം. ഇതാണ് വോൾട്ടേജ് ടു ബി മെഷേർഡ്. വോൾട്ടേജ് ടു ബി മെഷേർഡ്. വോൾട്ട്മീറ്റർ വിത്ത് ദ സീരീസ് റെസിസ്റ്റൻസ്. ഏത് സീരീസ് റെസിസ്റ്റൻസ് ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന്, ഏത് റേഞ്ചാണ്, എത്ര റേഞ്ചിൽ വർക്ക് ചെയ്യേണ്ട ഇൻസ്ട്രുമെന്റ് ആണെന്ന് തീരുമാനിക്കുന്ന ഏത് സീരീസ് റെസിസ്റ്റൻസ് ചൂസ് ചെയ്യുന്നത് അനുസരിച്ചാണ്. ഇതാണ് മൾട്ടി റേഞ്ച് വോൾട്ട്മീറ്റർ.